ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് 5ാം ക്ലാസ് SS ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോ അവർ ലാൻഡ് ഈ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സീരീസ് ആണ് ചെയ്യുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാം. വിച്ച് ആർ ദ 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഇൻ കേരള? കേരളത്തിലെ 3 ഫിസിയോഗ്രഫിക് ഡിവിഷനുകൾ ഏതെല്ലാമാണ്? സോ നമുക്ക് ആൻസർ നോക്കാം. സോ ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയ. ഇങ്ങനെ 3 ഫിസിയോഗ്രഫിക് ഡിവിഷനാണ് കേരളത്തിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫിസിയോഗ്രഫിക് ഓഫ് ഹൈലാൻഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മളോട് ഹൈലാൻഡിന്റെ പ്രത്യേകതകളെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നേരെ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. സോ എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ ഫിസിയോഗ്രഫിക്കൽ സെക്ഷൻ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് അബൌട്ട് 75 meters അബവ് ദ സീ ലെവൽ. അതായത് സീ ലെവലിൽ നിന്ന് 75 മീറ്റർ മുകളിലാണ്, 75 മീറ്റർ നിരപ്പിലാണ് നമ്മളുടെ ഈ ഒരു ഹൈലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ ഹൈലാൻഡിൽ ഹിൽസ്, അതേപോലെ മൗണ്ടൈൻസ്, പീക്സ് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഹിൽസ് ഉണ്ട്, മൗണ്ടൈൻസ് ഉണ്ട്, പീക്സ് ഉണ്ട്. ഹിൽസ് എന്ന് പറഞ്ഞാൽ കുന്നുകളാണ്. അതേപോലെ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാലോ, മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്. പീക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഇങ്ങനെ കൂർത്തിട്ടുള്ള ഓരോരോ മലനിരകളല്ലേ, അതിനെയാണ് പീക്സ് എന്ന് പറയുക കേട്ടോ. പിന്നീട് ഇറ്റ് ഈസ് എ റീജിയൻ ദാറ്റ് റിസീവ്സ് ഹെവി റെയിൻഫാൾ ആൻഡ് ഈസ് ജനറലി ഫുൾ ഓഫ് ഗ്രീനറി. ഇവിടെ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ ഹൈലാൻഡിൽ നല്ലവണ്ണം റെയിൻഫാൾ കിട്ടുന്ന ഏരിയ ആണ്. അതേപോലെ ഫുൾ ഓഫ് ഗ്രീനറി ആണ്. ഗ്രീനറി എന്ന് പറഞ്ഞാൽ പച്ചപ്പ്, ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയയും കൂടെയാണ് നമ്മുടെ ഹൈലാൻഡ്. പിന്നെ ഓൾ ദ 44 റിവേഴ്സ് ഓഫ് കേരള ഒറിജിനേറ്റ് ഫ്രം ദ ഹൈലാൻഡ്. നമുക്കറിയാം കേരളത്തില് 44 റിവേഴ്സ് ആണുള്ളത്. 44 റിവേഴ്സ് ഉണ്ട്. ഈ 44 റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത് നമ്മളുടെ ഹൈലാൻഡിൽ നിന്നാണ്. അതേപോലെ തന്നെ ഈ ഹൈലാൻഡിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രോപ്സ്, വിളകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് ടീ ആണ്. ടീ എന്ന് പറഞ്ഞാൽ തേയിലയാണ്. പിന്നീട് കാടമം എന്ന് പറഞ്ഞാൽ ഏലമാണ്. കോഫി ഉണ്ട്, അതേപോലെ പെപ്പർ എക്സെട്ര. ഇതൊക്കെയാണ് നമ്മളുടെ ഹൈലാൻഡിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഈ 5 പോയിന്റും കൃത്യമായിട്ട് തന്നെ മക്കൾ പഠിച്ചു വെക്കണം. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എ നോട്ട് ഓൺ ദ ഫിസിയോഗ്രഫി ഓഫ് മിഡ്ലാൻഡ്. നേരത്തെ നമ്മൾ ഹൈലാൻഡ് ആണ് പറഞ്ഞത്, ഇനി നമ്മൾ മിഡ്ലാൻഡിന്റെ ഫിസിയോഗ്രഫിയെ പറ്റിയാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് നോക്കാം. മിഡ്ലാൻഡ് ഈസ് എ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹൈലാൻഡ് ആൻഡ് ദ കോസ്റ്റൽ കോസ്റ്റൽ റീജിയൻ. അതായത് നമ്മളുടെ ഹൈലാൻഡിൻ്റെയും കോസ്റ്റൽ റീജിയൻ്റെയും ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫിസിയോഗ്രഫിക് ഡിവിഷനാണ് ഇത് നമ്മളുടെ മിഡ്ലാൻഡ് എന്ന് പറയുന്നത്. ഹൈലാൻഡിൻ്റെയും കോസ്റ്റൽ റീജിയൻ്റെയും ഇടയിലാണ് മിഡ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ദ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരമാണ് കേട്ടോ. ദിസ് ഏരിയ, ഈ ഒരു പ്രദേശത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫ്രം 7.5 meters ടു 75 meters അബവ് ദ സീ ലെവൽ. സീ ലെവലിൽ നിന്ന് 7 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് നമ്മളുടെ ഈ ഒരു മിഡ്ലാൻഡിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം. അപ്പോൾ ഉയരം നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. 7.5 മീറ്റർ ടു 75 മീറ്റേഴ്സ് അബവ് ദ സീ ലെവൽ. ഓക്കെ, പിന്നീട് ഈ ഒരു മിഡ്ലാൻഡിന്റെ വേറെ പ്രത്യേകതയാണ്, ദ മിഡ്ലാൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹില്ലോക്സ്, വാലീസ് ആൻഡ് റിവർ ബാങ്ക്സ്. ഈ മിഡ്ലാൻഡിൽ ഹില്ലോക്സ് ഉണ്ട്. ഹില്ലോക്സ് എന്ന് പറഞ്ഞാൽ കുന്നുകൾ. വാലീസ് ഉണ്ട്. വാലീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, താഴ്വരകളുണ്ട്. പിന്നെ റിവർ ബാങ്ക്സ്, നമ്മുടെ നദീ തീരങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മിഡ്ലാൻഡിലുള്ളത്. പിന്നീട് ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രോപ്സ് ഏതൊക്കെയെന്ന് പറയാം. സോ ട്യൂബേഴ്സ് ലൈക്ക് ടാപ്പിയോക്ക, കൊളക്കേഷ്യ ആൻഡ് യാംസ്. പിന്നീട്
ഇവിടെ കൃഷി ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട, ഇവിടെ നോക്കുക ട്യൂബേഴ്സ് എന്ന് കണ്ടോ നിങ്ങൾ, ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ള ടാപ്പിയോക്ക, ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പ എന്ന് പറയും. അതേപോലെ കൊളക്വേഷ്യ, ചേന, അതേപോലെ യാമ. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രോപ്സ്. മാത്രമല്ല ബനാന കൃഷി ചെയ്യുന്നുണ്ട്. ബനാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വാഴപ്പഴം. ഓക്കെ, നമ്മുടെ വാഴ കൃഷി ചെയ്യുന്നുണ്ട്. ആസ് വെൽ ആസ് റബ്ബർ കൾട്ടിവേഷൻ, അതിന് പുറമെ റബ്ബറും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റബ്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, യെസ്. അപ്പോൾ റബ്ബർ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്രോപ്സിന്റെ പേര് ഒന്ന് മക്കൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് റൈറ്റ് എ നോട്ട് ഓൺ ദ ഫിസിയോഗ്രഫി ഓഫ് ദ കോസ്റ്റൽ റീജിയൻ. ഇനി നമ്മൾ പറയുന്നത് കോസ്റ്റൽ റീജിയന്റെ ഫിസിയോഗ്രഫിയെ പറ്റിയാണ്. കോസ്റ്റൽ റീജിയന്റെ ഫിസിയോഗ്രഫിയെ പറ്റിയാണ് പറയുന്നത്. സോ നോക്കാം, ഇറ്റ് ഈസ് എ ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഈസ് അഡ്ജസന്റ് ടു ദ ലക്ഷദ്വീപ് സീ. ലക്ഷദ്വീപ് സീന്റെ അടുത്തായിട്ടാണ് നമ്മുടെ കോസ്റ്റൽ റീജിയൻ ഉള്ളത് കൂടുതലായിട്ടും. ഓക്കെ അല്ലേ, ലക്ഷദ്വീപ് സീന്റെ അടുത്തായിട്ടാണ് കൂടുതലായിട്ടും കോസ്റ്റൽ റീജിയൻസ് നമ്മൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ കോസ്റ്റൽ റീജിയൻ, ദിസ് ഏരിയ ഹാസ് ആൻ ആൾട്ടിറ്റ്യൂഡ് അപ് ടു 7.5 meters അബോവ് ദ സീ ലെവൽ. അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഒന്ന് പഠിച്ചു വയ്ക്കുക. നമ്മളുടെ സീ ലെവലിൽ നിന്ന് 7.5 meter ഉയരമാണ് നമ്മളുടെ കോസ്റ്റൽ റീജിയൻ ഉള്ളത്. ഓക്കെ, സീ ലെവലിൽ നിന്ന് 7.5 meter ആണ് നമ്മളുടെ കോസ്റ്റൽ റീജിയന്റെ എന്ത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി അവിടെ വളർത്തുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ക്രോപ്സ് ഏതൊക്കെയാന്ന് പറയാം. ഒന്ന് പാഡി കൾട്ടിവേഷൻ ആണ്. പാഡി എന്ന് പറഞ്ഞാൽ നെല്ലാണ്, നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, തേങ്ങയോടെ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നീട് നോക്കുക, ദ ബാക്ക് വാട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഫിഷ് ഫാമിംഗ്. ഓക്കെ, അതായത് ഇവിടെയുള്ള ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കായലുകളാണ്. ഈ കായലുകൾ ഫിഷ് ഫാമിങ്ങിനായിട്ട് അല്ലെങ്കിൽ മത്സ്യങ്ങളെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇവിടുത്തെ കായലുകൾ. ഓക്കെ അല്ലേ, യെസ്. അപ്പോൾ ഈ 4 പോയിന്റ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ, നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നോക്കുക. അടുത്തതായിട്ട് പറയാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ആർ ദ 2 മെയിൻ റെയിനി സീസൺസ് ഇൻ കേരള? കേരളത്തിലുള്ള പ്രധാനപ്പെട്ട റെയിനി സീസൺസ് ഏതൊക്കെയാണ്, മഴക്കാലങ്ങൾ ഏതൊക്കെയാണെന്ന് 2 എണ്ണമാണുള്ളത്. ഒന്ന് നോക്കുക, സൗത്ത് വെസ്റ്റ് മൺസൂൺ, അതിൻ്റെ വേറെ പേരാണെന്ത്, കാലവർഷം. ഓക്കെ അല്ലേ, സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം. അതേപോലെ രണ്ടാമത്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം. ഓക്കെ, 2 പേരുകൾ പഠിച്ചു വയ്ക്കുക. ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് അല്ലെങ്കിൽ കാലവർഷമാണ്. പിന്നീട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷമാണ്. ഓക്കെ അല്ലേ, യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കേരള റിസീവ്സ് മോസ്റ്റ് ഓഫ് ദ റെയിൻഫാൾ ഡ്യൂറിങ് വിച്ച് റെയിനി സീസൺ? ഏത് റെയിനി സീസണിലാണ് നമ്മളുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിന് കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് ഏത് മാസത്തിലാണെന്നാണ് ചോദ്യം. നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും, അത് നമ്മളുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിലാണ് അല്ലെങ്കിൽ കാലവർഷത്തിലാണ്. ഓക്കെ, കാലവർഷത്തിലാണ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂണിലാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, ഹൗ ഈസ് സോയിൽ ഫോംഡ്? എങ്ങനെയാണ് മണ്ണ് ഉണ്ടാകുന്നത്, മണ്ണ് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ്. സോ നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ ആൻസർ പറയാം. ദ പ്രോസസ് ഓഫ് വെതറിംഗ് ഓഫ് റോക്ക് ടു ഫോം സോയിൽ ടേക്സ് എ ലോങ് ടൈം. അതായത് ഈ റോക്കുകളുണ്ട്, റോക്ക് എന്ന് പറഞ്ഞാൽ കല്ലാണ്. ഈ കല്ലുകൾക്ക് വെതറിംഗ് സംഭവിക്കും. വെതറിംഗ് എന്ന് പറഞ്ഞാൽ പൊടിയാണ്. അപ്പോൾ കല്ലുകൾ പൊടിഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മളുടെ സോയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു പരിപാടിയല്ല, ഒരുപാട് സമയം എടുത്ത് നടക്കുന്ന പരിപാടിയാണ്. അതായത് ഈ ഒരു കല്ല് പൊടിഞ്ഞിട്ട് മണ്ണുണ്ടാവുന്നത് ഒരുപാട് വർഷങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങളോളം നടക്കുന്ന ഒരു പരിപാടിയാണ്. അതൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് അവസാനം മണ്ണുണ്ടാവുക. പിന്നെ നോക്കുക, ടോപ്പോഗ്രഫി, ക്ലൈമറ്റ്, റോക്ക് സ്ട്രക്ചർ ആൻഡ് ഏജ്, ദ ആക്ടിവിറ്റി ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് അതർ ഓർഗാനിസംസ് കോൺട്രിബ്യൂട്ട് ടു സോയിൽ ഫോർമേഷൻ. അപ്പോൾ മണ്ണുണ്ടാവാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, മക്കൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ്? ഒന്ന് ടോപ്പോഗ്രഫിയാണ്. ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയാണ്. ഓക്കെ അല്ലേ, പ്രകൃതിയാണ്. പിന്നെ ക്ലൈമറ്റ് ആണ്, കാലാവസ്ഥ. പിന്നെ റോക്ക് സ്ട്രക്ചർ, നമ്മളുടെ കല്ലിന്റെ ഘടന,
അതേപോലെ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴക്കമാണ് ഉദ്ദേശിച്ചത് കേട്ടോ, നമ്മുടെ കല്ലിന്റെ പഴക്കം. ഓക്കെ, അപ്പൊ റോക്ക് സ്ട്രക്ചറും ഉണ്ട്, ഏജും ഉണ്ട്. പിന്നെ ദ ആക്ടിവിറ്റി ഓഫ് പ്ലാന്റ്സ്, നമ്മളുടെ പ്ലാന്റ്സിന്റെ ആക്ടിവിറ്റി, പ്ലാന്റുകളുടെ പ്രവർത്തനം. ഓക്കെ, ഓരോ പ്ലാന്റുകളും പ്രവർത്തിക്കുന്നത് ഓരോ രീതിയിലാണ്. അപ്പൊ അതും നമ്മുടെ സോയിൽ ഫോർമേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ആനിമൽസ്, മൃഗങ്ങൾ അഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അതർ മൈക്രോ ഓർഗാനിസംസ്, അതായത് മറ്റുള്ള സൂക്ഷ്മ ജീവികൾ, ഈ ചെറിയ ചെറിയ ജീവികളില്ലേ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലുള്ള ആ ജീവികളെയാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയാം. അപ്പോൾ ഇവർ നമ്മളെ എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മളുടെ സോയിൽ ഫോർമേഷന് വേണ്ടി, അല്ലെങ്കിൽ മണ്ണ് ഉണ്ടാവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ഒന്ന് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? യെസ്. പിന്നീട് അടുത്തൊരു പോയിന്റ് നോക്കാം. പോയിന്റ് ഇതാണ്: ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറ്റ് ടേക്സ് മോർ ദാൻ 1000 years ഫോർ ദ ഫോർമേഷൻ ഓഫ് സോയിൽ ഓഫ് 1 inch thickness. അതായത് മക്കളെ, ഈ 1 ഇഞ്ച് തിക്നെസ്സിൽ മണ്ണുണ്ടാവാൻ ഏകദേശം 1000ഓളം വർഷങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞ, 1 ഇഞ്ച് മണ്ണുണ്ടാവാൻ വേണ്ടി ആയിരക്കണക്കിന് അല്ലെങ്കിൽ 1000ഓളം വർഷങ്ങൾ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സോയിൽ ഫോർമേഷനെ പറ്റി പറയാനുള്ള പോയിന്റ്സ്. ഓക്കെ അല്ലേ? ഈ 3 പോയിന്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ മെയിൻ സോയിൽ ടൈപ്സ് ഇൻ കേരള? കേരളത്തിലുള്ള പ്രധാനപ്പെട്ട സോയിൽ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ്. സോ നമുക്ക് ഓരോ നോക്കാം. ഒന്നാമത്തത് ലാറ്ററൈറ്റ് സോയിൽ ആണ്. 2 റെഡ് സോയില്, 3 അലൂവിയൽ സോയില്, പിന്നെ 4 ഫോറസ്റ്റ് സോയിൽ ആണ്, 5 ബ്ലാക്ക് സോയിൽ, പിന്നെ 6ാമത്തത് പീറ്റ് സോയിൽ. ഈ പ്രധാനപ്പെട്ട 1, 2, 3, 4, 6, യെസ്, ഈ ഒരു 6 സോയിൽ ടൈപ്പാണ് നമ്മുടെ പ്രധാനമായിട്ടും കേരളത്തിലുള്ളത്. ഓക്കെ അല്ലേ? അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ലാറ്ററൈറ്റ് സോയിലാണ് കേട്ടോ. കൂടെ ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? ലാറ്ററൈറ്റ് സോയിലാണ്, ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഇതാണ്: റൈറ്റ് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് സോയിൽ സ്ട്രക്ചർ ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ്. അതായത് നമ്മളുടെ മണ്ണിന്റെ ഘടന എപ്പോഴാണ്, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടനയ്ക്ക് എപ്പോഴാണ് ഒരു മാറ്റം വരിക, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടന എപ്പോഴാണ് മോശമാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ നോക്കാം. ഒന്ന്, മണ്ണിന്റെ ഘടന മോശമാവുന്നത്, ഒന്നാമത്തത് അപ്ലിക്കേഷൻ ഓഫ് എക്സസീവ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്. നമ്മൾ മണ്ണിലേക്ക് ഒരുപാട് വളങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് കീടനാശിനികളോ ഒക്കെ ഒഴിക്കാറുണ്ട്. ഓക്കെ, മണ്ണിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് കീടനാശിനികളും അതേപോലെ വളങ്ങളും ഒക്കെ നമ്മളുടെ മണ്ണിലേക്ക് ഇടുന്ന സമയത്ത് മണ്ണിന്റെ സ്ട്രക്ചർ, ആ സോയിലിന്റെ ആ ഘടന എന്ത് ചെയ്യും? കേടുവന്നു പോകും. പിന്നീട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മണ്ണിലേക്ക് പ്ലാസ്റ്റിക്കുകൾ ഇടുന്ന സമയത്ത് ആ മണ്ണിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യും? ഒന്ന് കേടുവരും അല്ലെങ്കിൽ മോശമാവും. പിന്നീട് അൺസയന്റിഫിക് മൈനിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളുടെ ഭൂമിക്കടിയിൽ നിന്ന് നമ്മളുടെ സ്വർണങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കൽക്കരി പോലുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ കുഴിച്ചെടുക്കാറുണ്ട്. അതിനെയാണ് മൈനിങ് എന്ന് പറയാം. നമ്മൾ ഈ മൈനിങ് നടത്തുന്ന സമയത്ത് നമ്മളുടെ മണ്ണിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യാറുണ്ട്? കേടുവരാറുണ്ട്, അല്ലെങ്കിൽ മണ്ണിന്റെ സ്ട്രക്ചർ അഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നീട് അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. നമ്മൾ ഈ ചില അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ട്, ഈ ചില അഗ്രികൾച്ചറിന്റെ കൃഷിയുടെ ചില പരിപാടികളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതും നമ്മളുടെ ഈ ഒരു മണ്ണിന്റെ ഘടന എന്ത് ചെയ്യാറുണ്ട്? കേടുവരാറുണ്ട്. അപ്പൊ ഈ 4 പോയിന്റ് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 പോയിന്റും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ, യെസ്. അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, അല്ല അതിന്റെ ബാക്കി പോയിന്റ്സ് കൂടെ ഉണ്ടോ, ഇതും കൂടെ മക്കൾ നോക്കി വെക്കാം. പിന്നെ ഒരു ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വനവൽക്കരണമാണ്. മരങ്ങൾ മുറിച്ച് കളയുക, അതിനാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ നടക്കുമ്പോൾ മണ്ണിന്റെ സ്ട്രക്ചർ കേടുവരും. പിന്നീട് കണ്ടിന്യൂസ് ഫാമിംഗ്, നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് കാലം തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് മണ്ണിന്റെ സ്ട്രക്ചർ നാശമാകും. പിന്നെ ഡെസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, കുന്നുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേടുവരുത്തുമ്പോൾ. പിന്നെയോ അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻസ് ആൻഡ് കോറേയിങ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മണ്ണുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു ലാൻഡിൽ നമ്മൾ കൺസ്ട്രക്ഷൻസ്, ഒരുപാട് ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വീടുകളൊക്കെ ഉണ്ടാകുമ്പോൾ മണ്ണിന്റെ സ്ട്രക്ചർ കേടുവരും. അല്ലെങ്കിൽ കോറിയിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ മണ്ണിൽ നിന്ന് ഓരോരോ നമ്മുടെ കല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും. ഓക്കെ, അതിനെയാണ് കോറിയിങ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ മണ്ണിന്റെ സ്ട്രക്ചറിനെ
പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് സോയിൽ? മണ്ണ് നമുക്ക് സംരക്ഷിക്കണം, മണ്ണ് സംരക്ഷിക്കണം അല്ലെ. ഈ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഓരോന്ന് പറയാം. യെസ്, ഒന്നാമത്തെ മാൻഗ്രോവ്സ് ആണ്. മാൻഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കണ്ടൽ കാടുകളാണ്. ഈ കണ്ടൽ കാടുകൾ നമ്മൾ എന്ത് ചെയ്യണം, വെച്ച് പിടിപ്പിക്കണം. പിന്നെന്താ, സ്റ്റോൾ വാള് ഫെൻസ്, ഇത് നമ്മുടെ കല്ല് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മളൊരു മതില് പോലെ സെറ്റപ്പ് ഉണ്ട്, അത് നമ്മൾ നിർമ്മിക്കണം. പിന്നെ ടെറസ് ഫാമിംഗ്. ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണ് ഇങ്ങനെ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്യും. അതെന്തിന് നല്ലതാണ്, നമ്മളുടെ സോയിൽ കൺസർവ് ചെയ്യുന്നതിന് നല്ലതാണ്. പിന്നെ അഫോറസ്റ്റേഷൻ, മരങ്ങൾ മുറിക്കാതിരിക്കുക. ക്രോപ്പ് റൊട്ടേഷൻ, അതേപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, അതേപോലെ പുലിമുട്ട് കൺസ്ട്രക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഓൺ എർത്ത്? അതായത് നമ്മളുടെ ഭൂമിയിൽ നമുക്ക് വെള്ളം കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ടറിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓരോന്ന് പറയാം. ഒന്ന് നമ്മളുടെ റിവർ ആണ്. റിവർ എന്ന് പറഞ്ഞാൽ പുഴയാണ്, നദി. പിന്നെ പോൺസ് ഉണ്ട്, കുളങ്ങളുണ്ട്, വെല്ല്, കിണറുണ്ട്, ലേക്സ്. ലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, തടാകമാണ്. പിന്നെ വെറ്റ്ലാൻഡ്സ് ഉണ്ട്, തണ്ണീർ തടങ്ങൾ എന്ന് പറയും, വെറ്റ്ലാൻഡ്സ്. പിന്നീട് സ്പ്രിംഗ് ഉണ്ട്. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നീരുറവയാണ് കേട്ടോ, നീരുറവ. അതായത് നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ മേലോട്ട് വരും, ഭൂമിന്റെ അടിയിൽ നിന്ന്. അതിനെയാണ് സ്പ്രിംഗ് എന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും സോഴ്സിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ വാട്ടർ കൺസർവേഷൻ? വാട്ടർ കൺസർവേഷന്റെ പ്രധാനപ്പെട്ട മെത്തേഡ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് വാട്ടർ കൺസർവ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് റെയിൻ പിറ്റ്സ്, മഴക്കുഴികൾ നിർമ്മിക്കുക. അതേപോലെ ബണ്ട് കൺസ്ട്രക്ഷൻ, ബണ്ടുകൾ നിർമ്മിക്കുക. അതേപോലെ റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, നമ്മുടെ മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടി ഒരു ടാങ്ക് നിർമ്മിക്കുക. അതേപോലെ റെയിൻ വാട്ടർ ഇൻ ടു വെൽസ്, നമ്മളുടെ മഴവെള്ളം എന്ത് ചെയ്യുക, നമ്മൾ കിണറിലേക്ക് സംഭരിച്ചു വെക്കുക. അതേപോലെ റെയിൻ പിറ്റ്സ്, മഴ കുഴികൾ നിർമ്മിക്കുക. അതേപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ളം എന്ത് ചെയ്യുക, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുക, സംഭരിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വാട്ടർ കൺസർവേഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: യെസ്, വിച്ച് ആർ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് വാട്ടർ സോഴ്സസ് ആർ ബിക്കം പൊല്യൂട്ടഡ്? അതായത് നോക്കാം, നമ്മുടെ വാട്ടർ സോഴ്സസ് പൊല്യൂട്ടഡ് ആവുന്നത്, അല്ലെങ്കിൽ വാട്ടർ സോഴ്സസ് നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മുടെ കുളം, തോട്, പുഴ, അങ്ങനെയുള്ളതിനൊക്കെയാണ് വാട്ടർ സോഴ്സസ് എന്ന് പറയുക. ഈ വാട്ടർ സോഴ്സസ് എപ്പോഴാണ് പൊല്യൂട്ടഡ് ആവുക, എപ്പോഴാണ് മലിനമാവുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, വാഷിംഗ് വെഹിക്കിൾസ് ആൻഡ് ബാത്തിങ് കാറ്റിൽ ഇൻ ദ റിവർ. നമ്മൾ ഈ ഒരു പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ ഒക്കെ നമ്മൾ എന്താ പറയുക, വെഹിക്കിൾസ് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ വണ്ടികൾ കഴുകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ഈ കന്നുകാലികളൊക്കെ നമ്മൾ കുളിപ്പിക്കുമ്പോഴോ നമ്മളുടെ വാട്ടർ സോഴ്സ് മലിനമാവും. പിന്നീട് ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റസ് ഇൻ ടു വാട്ടർ സോഴ്സസ്, വാട്ടർ സോഴ്സുകളിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് എറിയുമ്പോൾ. അതേപോലെ ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റ്സ്. ഫിഷ് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ മീറ്റ് മാർക്കറ്റിൽ നിന്നോ ഒക്കെ നമ്മൾ വേസ്റ്റുകൾ വെള്ളത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ. അതേപോലെ ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഫാക്ടറികളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളത്തിലേക്ക് നമ്മൾ തള്ളുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുമ്പോൾ. അതേപോലെ വാട്ടർ ഫ്രം സ്വീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നമ്മുടെ ഓടയാണ് കേട്ടോ. ഈ മലിന വെള്ളം പോകുന്ന ആ ഒരു പാത്തില്ലേ, അതിനെയാണ് നമ്മൾ സ്വീവേജ് എന്ന് പറയുക. അപ്പോൾ സ്വീവേജിൽ നിന്ന് വരുന്ന വെള്ളം അത് മലിനമായിട്ടുള്ള വെള്ളമാണ്. ഓക്കെ, അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ആ വെള്ളം നമ്മളുടെ വാട്ടർ സോഴ്സുകളെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്, അതായത് നമ്മുടെ ഈ ഒരു കൃഷി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പെസ്റ്റിസൈഡുകൾ, അതായത് കീടനാശിനികൾ സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ അത് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മളുടെ അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ അത് ആ വാട്ടർ സോഴ്സിനെ പൊല്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ മലിനമാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാട്ടർ സോഴ്സുകൾ പൊല്യൂട്ട് ആവാനുള്ള കണ്ടീഷനുകൾ. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദ വേരിയസ് സ്കീംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ആൻഡ് മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് വാട്ടർ സോഴ്സസ്. അതായത് നമ്മളുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളും ആ പ്രോജക്റ്റുകളുടെ പേര് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വാട്ടർ സോഴ്സുകൾ
നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ വാട്ടർ സോഴ്സുകൾ നമ്മളുടെ ഈ ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പറയാം, കേരളത്തിൽ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രോജക്റ്റുകളും അത് കൊണ്ടുവന്നത് ആരാണെന്നാണ് നമ്മൾ ഇനി പറയുന്നത്. നോക്കാം. സോ ഫസ്റ്റ് ഇവിടെ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയോ ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ടുള്ളത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ആണ് ഇനി ഞാൻ ഒഴുകട്ടെ. അത് കൊണ്ടുവന്നിട്ടുള്ളത് ഹരിത കേരളം മിഷൻ ആണ്. ഓക്കെ, അതേപോലെ മാലിന്യമുക്തം നവകേരളം അത് കൊണ്ടുവന്നിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. ഓക്കെ, അതേപോലെ തെളിനീരൊഴുകും നവകേരളം കൊണ്ടുവന്നിട്ടുള്ളത് ആര് തന്നെയാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. അതേപോലെ ജൽ ജീവൻ മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഇന്ത്യൻ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, യെസ്. അടുത്തതിലേക്ക് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റബ്ബർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? മറ്റാരുമല്ല, നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് റിക്വേർഡ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ്? ഇത് വളരെ 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 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ കൃഷി ചെയ്യാം. ഒരു വിള കൃഷി ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. ഒന്ന് എന്ത് വേണം? ഫെർട്ടൈൽ സോയിൽ വേണം, നല്ല വളക്കൂറുള്ള മണ്ണ് വേണം. പിന്നെ ക്ലൈമറ്റ് വേണം, കാലാവസ്ഥ വേണം. പിന്നീട് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചനത്തിനുള്ള അല്ലെങ്കിൽ നനയ്ക്കാനുള്ള സംവിധാനങ്ങൾ വേണം. പിന്നെ റെയിൻഫാൾ, മഴ വേണം. ആൾട്ടിറ്റ്യൂഡ് ഫ്രം സീ ലെവൽ, അതായത് നമ്മുടെ സീ ലെവലിൽ നിന്നുള്ള ഉയരം, ഓക്കെ, അതും വേണം. പിന്നെയോ സ്യൂട്ടബിൾ ടോപ്പോഗ്രഫി, നമ്മുടെ അനുയോജ്യമായിട്ടുള്ള ടോപ്പോഗ്രഫിയും വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെയിം ദ ഫെസ്റ്റിവൽസ് ഇൻ കേരള റിലേറ്റഡ് ടു വെദർ ആൻഡ് ടോപ്പോഗ്രഫി. നമ്മളുടെ കേരളത്തിലുള്ള കുറച്ച് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഉത്സവമാണ് കേട്ടോ. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഉത്സവം. ഓക്കെ, ആ ഉത്സവങ്ങളുടെ പേര് എഴുതണം. എന്തുമായി ബന്ധപ്പെട്ടത്? റിലേറ്റഡ് ടു വെദർ ആൻഡ് ടോപ്പോഗ്രഫി, കാലാവസ്ഥയുമായും അതേപോലെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവലുകൾ നമ്മളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ്. ഒന്ന് ഓണമാണ്. ഓക്കെ, ഓണം, അതേപോലെ വിഷു, അതേപോലെ പൊങ്കല്, അതേപോലെ നിറ പുതിരി. ഓക്കെ, ഇത്രയും ഫെസ്റ്റിവലുകളാണ് ഉള്ളത്. പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? ലിസ്റ്റ് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ദാറ്റ് അഫക്റ്റ് ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് എൻവയോൺമെന്റ്. അതായത് കുറച്ച് പ്രധാനപ്പെട്ട നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളുടെ പേരാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കാം, സൈക്ലോൺ ആണ്. രണ്ട്, വൈൽഡ് ഫയർ ആണ്. ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, അതേപോലെ തന്നെ സുനാമി, എർത്ത് ക്വയ്ക്ക്. സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചുഴലിക്കാറ്റാണ്. വൈൽഡ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, കാട്ടുതീ. അതേപോലെ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ പ്രളയമാണ്. പിന്നീട് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ. സുനാമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത് തന്നെ. പിന്നീട് എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കമാണ്. ഓക്കെ, യെസ്. ഇത്രയും ആണ് പ്രധാനപ്പെട്ട നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. റെഡിയല്ലേ? യെസ്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വാട്ട് ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ഇതാണ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ നാച്ചുറൽ ഫിനോമിന ദാറ്റ് എൻഡേഞ്ചർ ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് എൻവയോൺമെന്റ്. നമ്മളുടെ ജീവിതത്തിനെയോ പ്രോപ്പർട്ടിനെയോ അല്ലെങ്കിൽ എൻവയോൺമെന്റ്, ചുറ്റുപാടിനെയോ ഡേഞ്ചർ ആക്കുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ ഭീഷണിയായിട്ടുള്ള നാച്ചുറൽ ഫിനോമിന, നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന ഓരോരോ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുക. ഏതൊക്കെയാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാലോ. നമ്മളിപ്പോൾ പറഞ്ഞ ഇതൊക്കെയാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് പ്രിക്വേഷൻസ് ഷുഡ് പീപ്പിൾ ലിവിങ് ഇൻ ഹൈ റിസ്ക് ഏരിയാസ് ഓഫ് ഫ്ലഡ് ടേക്ക്? അതായത് ഈ ഫ്ലഡിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഫ്ലഡിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം? 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഗിവ് സ്വിമ്മിങ് പ്രാക്ടീസ്. ആ
ഭാഗത്തുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? സ്വിമ്മിംഗ് പ്രാക്ടീസ് നൽകണം, അതായത് നീന്തൽ പഠിപ്പിക്കണം. പിന്നീട് പ്രൊവൈഡ് ലൈഫ് ജാക്കറ്റ്, അവർക്ക് എന്ത് കൊടുക്കണം? ലൈഫ് ജാക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യണം, ലൈഫ് ജാക്കറ്റുകൾ കൊടുക്കണം. പിന്നീട് എസ്റ്റാബ്ലിഷ് ഡിസാസ്റ്റർ വാർണിംഗ് സിസ്റ്റം. ഡിസാസ്റ്റർ വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തം വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രകൃതി ദുരന്തം വരുന്നതിന് മുൻപ് ആ പ്രകൃതി ദുരന്തം അറിയിക്കാനുള്ളൊരു സംവിധാനം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ലാസ്റ്റ് ചോദ്യമാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ചോദ്യമല്ല, യെസ്, ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ലാസ്റ്റ് ചോദ്യം ഇതാണ്: ഹൗ ടു ക്യാരി ഔട്ട് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇൻ കേസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ ഒരു സ്ഥലത്ത് ഒരു ഡിസാസ്റ്റർ വന്നു, ഒരു ദുരന്തം വന്നു. അപ്പൊ ആ ദുരന്തത്തിനെ നമുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആളുകളെ എങ്ങനെയാണ് രക്ഷിക്കാൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഡിസാസ്റ്റർ വന്നിട്ടുണ്ട്, ആ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസ്, ആളുകളെ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഡിസാസ്റ്ററിൽ നിന്ന് ആളുകളെ എങ്ങനെ നമുക്ക് രക്ഷിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് എസ്റ്റാബ്ലിഷ് ഡിസാസ്റ്റർ വാർണിംഗ് സിസ്റ്റം. നേരത്തെ പറഞ്ഞു, ഡിസാസ്റ്റർ വാർണിംഗ് സിസ്റ്റം എന്ത് ചെയ്യുക? കൊണ്ടുവരിക. പിന്നീട് ഈ എക്യുപ്മെന്റ് ആണ് സാധനങ്ങൾ, പ്രൊവൈഡഡ് ഫോർ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്, അതായത് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ്, സാധനങ്ങൾ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? നമുക്ക് ചിലപ്പോൾ ഹെലികോപ്റ്റർ വേണ്ടി വരും, അല്ലെ? ആളുകളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ ആവശ്യം വരും. അതേപോലെ തന്നെ ലൈഫ് ജാക്കറ്റുകൾ ആവശ്യം വരും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. പിന്നീട് എൻഷുർ ദ സർവീസ് ഓഫ് ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് ഇൻ ഈച്ച് കേസ്, അതായത് ഒരു പ്രകൃതി ദുരന്തമുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. അപ്പോൾ അത് രക്ഷിക്കാൻ വേണ്ടി, ആളുകളൊക്കെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ട്രെയിൻഡ് വോളണ്ടിയേഴ്സിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ട്രെയിൻഡ് വോളണ്ടിയേഴ്സിന്റെ സർവീസ് നമുക്ക് ആവശ്യമാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ സേവനമാണ്. ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഈ ഒരു ഡിസാസ്റ്ററുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ട്, അവരെയാണ് ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് എന്ന് പറയുക. അവരുടെ സഹായം നമുക്ക് എന്ത് വേണം. പിന്നീട് എൻഷുർ റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പുനരധിവാസം എന്ന് പറയാം, അതായത് ആളുകളെ എന്ത് ചെയ്യണം? പുനരധിവസിപ്പിക്കണം. അപ്പൊ നോക്കുക, ഒരു ഡിസാസ്റ്റർ, ഒരു ഫ്ലഡ് വന്നു. ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ആളുകളുടെ വീടും കുടിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ആ ആളുകൾക്ക് ഇനി പോകാൻ വീടൊന്നുമില്ല. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു സേഫായ സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കണം. അതിനെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് പറയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീഹാബിലിറ്റേഷൻ, പുനരധിവസിപ്പിക്കാനുള്ള ഓരോരോ സംവിധാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത്രയും ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏതൊരു ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.